ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത 6 പേർക്കാണ്. 6 ബി.ജെ.പി. നേതാക്കളോടാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത്. നിലവിലെ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, മുൻ അധ്യക്ഷൻ വി. മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ് എന്നിവരോടാണ് തിരുവനന്തപുരത്തെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർക്കൊപ്പം ആർ.എസ്.എസിന്റെ ദേശീയ നേതാവായ എ. ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർ.എസ്.എസ് പ്രചാരകൻ കൂടിയായ ജയകുമാറിനെ ബി.ജെ.പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കാനും സാധ്യതയുണ്ട്. ഇതിനൊപ്പം പ്രസിഡന്റായും ജയകുമാറിനെ പരിഗണിക്കുന്നുണ്ട്. ഈ 6 പേരിൽ നിന്നും ഒരാളെ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കും. നാളെ ഇവരിൽ ഒരാൾ പ്രസിഡന്റ് മത്സരത്തിനുള്ള നോമിനേഷൻ നൽകും. കെ. സുരേന്ദ്രനോട് തുടരാൻ ആവശ്യപ്പെടുമെന്ന് അഭ്യൂഹമുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി ചുമതലയുമായി പോയ വി. മുരളീധരനോട് അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്താൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിൽ ചേരണമെന്നും ഞായറാഴ്ച നോമിനേഷൻ പ്രക്രിയ വേണമെന്നും ആവശ്യപ്പെട്ടു. ഇത് അനുസരിച്ച് മുരളീധരൻ അതിവേഗം തിരുവനന്തപുരത്തെത്തി. കൗൺസിൽ യോഗത്തിനായുള്ള മുന്നൊരുക്കങ്ങളിലെ ചർച്ചയും നടന്നു. ഇതിനുശേഷമാണ് മറ്റുള്ള 5 പേരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 6 പേരോടും തിരുവനന്തപുരത്തെത്താൻ ആവശ്യപ്പെട്ടത്. ഞായറാഴ്ച നോമിനേഷൻ കൊടുക്കണമെന്നതിനാലാണ് ഇത്. കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാകും. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിനാൽ അവ കഴിയും വരെ കെ. സുരേന്ദ്രൻ സംസ്ഥാനാധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന പ്രചരണം ശക്തമാണ്. 5 വർഷം കാലാവധി എന്ന മാനദണ്ഡം കർശനമായി നടപ്പിലാക്കിയാൽ സുരേന്ദ്രൻ ഒഴിയും. നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷി സമമായ നിർദ്ദേശം അറിയിക്കും. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. ഏകകണ്ഠമായിട്ടാകും അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സാകും നിർണായകമാവുക. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കാണ് സാധ്യതയേറെയെന്നാണ് സൂചന. വി. മുരളീധരനും അവസാന നിമിഷം അധ്യക്ഷനാകാൻ സാധ്യതയേറെയാണ്. യാക്കോബായ സുറിയാനി സഭയുടെ കത്തോലിക്ക വാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് ലബനനിൽ പോകുന്നത് മുരളീധരനാണ്. ഈ സംഘത്തിൽ രാജീവ് ചന്ദ്രശേഖറുമുണ്ട്. ഡൽഹിയിലുള്ള രാജീവ് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണിത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ആർക്കും വ്യക്തമായ സൂചനകളൊന്നുമില്ല. ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയത് അഭ്യൂഹങ്ങളെ പുതിയ തലത്തിലെത്തിക്കുന്നുണ്ട്. ഈ 6 പേരിന് പുറത്തൊരാൾക്കും സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കാണുന്നവരുണ്ട്. കെ. സുരേന്ദ്രന്റെ കാലത്ത് സുഭാഷ് ആയിരുന്നു ആർ.എസ്.എസിൽ നിന്നുള്ള ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി. സുരേന്ദ്രനോടുള്ള താൽപര്യക്കുറവ് കാരണം സുഭാഷിനെ ആർ.എസ്.എസ് തിരിച്ചു വിളിച്ചു. ഇതോടെ ബി.ജെ.പി. സംഘടനാ ജനറൽ സെക്രട്ടറി ഇല്ലാത്ത അവസ്ഥ വന്നു. ഈ സാഹചര്യത്തിൽ പ്രചാരകൻ കൂടിയായ ജയകുമാർ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുമെന്ന് സൂചനയുണ്ട്. സുരേന്ദ്രൻ മാറാതെ സംഘടനാ ജനറൽ സെക്രട്ടറിയെ നൽകില്ലെന്ന നിലപാടിലായിരുന്നു പരിവാർ നേതാക്കൾ. അതുകൊണ്ട് തന്നെ ജയകുമാറിനെ തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശിച്ചത് സുരേന്ദ്രനെ മാറ്റുന്നതിന്റെ സൂചനയായും കരുതുന്നവരുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാകും. അതിനുശേഷം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള സംഘടനാ നടപടികൾ തുടങ്ങും. നാളെ തന്നെ പുതിയ പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകണം. 24-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിനായുള്ള വിപുലമായ സംസ്ഥാന നേതൃയോഗം ചേരും.